നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും ശ്രദ്ധയെത്താത്ത ചില സ്ഥലങ്ങളുണ്ട്. കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നതോ അതോ ഇതൊന്നും അറിയാത്തതാണോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം നാട്ടുകാർ പറയും. മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടക്കാതെ നാട്ടുകാർക്ക് കൂടി ദുരിതമായി മാറുന്ന കാഴ്ച. അധികൃതരുടെ അനാസ്ഥയിൽ വടുതല വട്ടപ്പാടം സെന്ററിൽ മാലിന്യവും ദുർഗന്ധവും രൂക്ഷമാണ്. കുന്നംകുളം നഗരസഭയുടെ 1-37 വാർഡുകൾ സംഗമിക്കുന്ന വടുതല സെന്ററിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തും മറ്റു ഭാഗങ്ങളിലുമായാണ് മാലിന്യ കൂമ്പാരം ഉയർന്നത്. കാന വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി മാലിന്യം റോഡരികിലേക്ക് കയറ്റിയിട്ടിട്ട് 1 മാസത്തോളമായി. നഗരസഭയുടെ വാഹനം വന്ന് ഇവ കൊണ്ടുപോകുമെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ മാലിന്യം നീക്കം ചെയ്തില്ല. മാലിന്യം കിടക്കുന്നത് മൂലം സമീപത്തെ കടകളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപവും ദുർഗന്ധമേറാൻ കാരണമായി. എതിർവശത്തുള്ള കാനയ്ക്ക് സമീപം ഹരിതകർമ്മസേനാംഗങ്ങൾ കുപ്പികൾ നിറച്ച ചാക്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അതും കൊണ്ടുപോയിട്ടില്ല. റോഡരികിൽ മത്സ്യവിപണനം നടത്തുന്നവർ ഇതിന്റെ അവശിഷ്ടങ്ങൾ കാനയിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ഇതോടെ വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ എത്തുന്ന ഇവിടെ ദുർഗന്ധം രൂക്ഷമായി ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളോട് നിരവധി തവണ ഇക്കാര്യം അറിയിച്ചിട്ടും വേണ്ട ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്ഥാപന പ്രഖ്യാപനം നടക്കുമ്പോൾ പൊതു ഇടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വടുതല സെന്ററിൽ മാലിന്യ നിക്ഷേപത്തിന് സ്ഥിര സംവിധാനമൊരുക്കി യഥാസമയം നഗരസഭയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടന്നില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. മറ്റൊന്ന്, അധികൃതരുടെ തലയിൽ മാത്രം മാലിന്യ നിക്ഷേപത്തിന്റെ മാറാപ്പ് വെച്ചാൽ പോരാ. നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികൾ കൂടിയാണ്. മാലിന്യം പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന ശീലം കൂടി മാറ്റേണ്ടതുണ്ട്. മോഷ്ടാക്കൾ വിലസുന്നതാണ് കാലം. രാത്രികാലങ്ങളിൽ എവിടെയൊക്കെ കയറി കക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന കൂട്ടർ. നിരവധി മോഷണങ്ങൾ തെളിവില്ലാതെ പിടിക്കപ്പെടാതിരിക്കുമ്പോൾ കള്ളനെ കയ്യോടെ പിടികൂടുന്ന സംഭവങ്ങളുമുണ്ട്. ആളില്ലാത്ത വീട് പകൽ സമയത്ത് കണ്ടുവെച്ച് രാത്രികാലങ്ങളിൽ മോഷണം നടത്തുന്നതാണല്ലോ സാധാരണ കള്ളന്മാരുടെ സ്ഥിരം പരിപാടി. ഇവിടെ ആ ഉദ്ദേശം പാളി. മോഷ്ടാക്കളെ കയ്യോടെ പൊക്കുകയും ചെയ്തു. തൃത്താല ആനക്കരയിൽ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരായ തമിഴ്നാട്ടുകാരായ മോഷ്ടാക്കളാണ് പിടിയിലായത്. ഒരാളെ മോഷണത്തിനിടയിലും മറ്റൊരാളെ രക്ഷപ്പെട്ടു ഓടുന്നതിനിടയിൽ കിണറ്റിൽ വീണ നിലയിലുമാണ് പിടികൂടിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ട 2 മോഷ്ടാക്കൾ തൃത്താല പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട് തേനി ജില്ലക്കാരായ ആണ്ടിപ്പെട്ടി തുമ്മക്കൊള്ളി സ്വദേശി കരുണാനിധി എന്ന രാജ, രാമനാഥപുരം കിടത്തിരികെ സ്വദേശി ജയരാമൻ എന്നിവരാണ് പിടിയിലായത്. ഭീകര മോഷ്ടാക്കളായ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. ഇതിൽ കരുണാനിധിയുടെ പേരിൽ മാത്രം 20-ലധികം മോഷണ കേസുകളുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ ആനക്കര സ്കൂളിന് സമീപം ആളില്ലാതെ അടഞ്ഞുകിടക്കുകയായിരുന്ന ബാലകൃഷ്ണന്റെ വീട്ടിലായിരുന്നു ആദ്യ മോഷണം. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ ഇവിടെ നിന്നും 9,000 രൂപ വില വരുന്ന നടരാജ വിഗ്രഹവും നാണയങ്ങളും കവർന്നു. തുടർന്ന് സമീപത്തെ രാമചന്ദ്രന്റെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അലമാരയും മറ്റും തകർക്കുന്നതിനിടെ തൃത്താല പോലീസിന്റെ പെട്രോളിംഗ് സംഘം ഇവിടെ എത്തുകയായിരുന്നു. മോഷണശ്രമം സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് ഉടൻ നടത്തിയ പരിശോധനയിലാണ് ജയരാമൻ പിടിയിലാകുന്നത്. ഇതിനിടെ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ടു ഓടുന്നതിനിടെ കരുണാനിധി സമീപത്തെ വടക്കത്തുപടി ഹരിഗോപിയുടെ വീട്ടിലെ കിണറ്റിലേക്ക് വീണു. കിണറിൽ വെള്ളമുണ്ടായിരുന്നതിനാൽ കരുണാനിധി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് ഇയാളെ കരയ്ക്ക് കയറ്റിയത്. മറ്റു ദിവസങ്ങളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. ഈ വീക്കെൻഡിൽ ഞാൻ ചൊവ്വാഴ്ച കാലത്താണ് വന്നത്. തിങ്കളാഴ്ച മുടക്കും പെരുന്നാളിന് മുടക്കാനും ചൊവ്വാഴ്ച കാലത്ത് ഇന്ന് കാലത്താണ് ഇവിടെ എത്തിയത്. ഈ വന്നപ്പോഴാണ് വീടിൻ്റെ പുറകുവശം തുറന്നു കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ അലമാറകളും എല്ലാം തുറന്നു കിടക്കുന്നുണ്ട്. വസ്ത്രങ്ങളെല്ലാം പുറത്ത് വലിച്ചു വാരിയിട്ടുണ്ട്. ഞാൻ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന ഒരു 200 രൂപയുടെ കോയിൻ അവിടെ നിന്ന് പോയി കണ്ടു. പിന്നെ കൂടാതെ ചെറിയൊരു നടരാജ വിഗ്രഹം ഉണ്ടായിരുന്നു, അതും കാണാണ്ടായിട്ടുണ്ട്. ഇതാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഉടനെ തൃത്താല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. പിടിയിലായ മോഷ്ടാക്കളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ സംഘത്തിൽപ്പെട്ട കൂടുതൽ പേർ മേഖലയിൽ എത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടലാണ് ഇവിടെ മോഷ്ടാക്കളെ കുടുക്കിയത്. പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ മോഷണങ്ങൾക്കും ശമനമുണ്ടാകും. ചരിത്രത്തിന്റെ താളുകളിൽ പറിച്ചെറിയാൻ കഴിയാത്ത ചിലതുണ്ട്. ആ ചരിത്രം പുതുതലമുറയ്ക്ക് കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പുതിയത് വരുമ്പോൾ പഴയത് മറക്കുന്നത് ശരിയല്ലല്ലോ. വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടം അങ്ങനെ നശിപ്പിച്ച് കളയരുത് എന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം.
പറയുന്നതിലും കാര്യമില്ലാതില്ല. ചരിത്രത്തിന്റെ നാൾവഴികളിൽ എന്താണ് ഈ കെട്ടിടം പറഞ്ഞു വെക്കുന്നതെന്ന് നോക്കാം. പുന്നയൂർകുളം അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പഴയ കെട്ടിടം സംരക്ഷിത സ്മാരകമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. 130 വർഷം പഴക്കമുള്ള പഴയ ഓഫീസ് ഒരു വർഷമായി അടഞ്ഞുകിടക്കുന്നതിനാൽ നാശത്തിന്റെ വക്കിലാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കെട്ടിടത്തിലെ പണം സൂക്ഷിക്കുന്ന രഹസ്യറ, പലക നിരത്തിയ സീലിംഗ്, റെക്കോർഡ് മുറി എന്നിവ ഇന്നും കൗതുകമാണ്. പ്രത്യേകതരം ഓടുപയോഗിച്ചിട്ടാണ് കെട്ടിടം മേഞ്ഞിട്ടുള്ളത്. നൂറ്റാണ്ടിനിടയിൽ പലവട്ടം നവീകരണം നടത്തിയെങ്കിലും കെട്ടിടത്തിന്റെ തനിമ മങ്ങിയില്ല. മഴ പെയ്ത് ചോർന്നിട്ടും മര ഉരുപ്പിടികൾക്കും കേടുപറ്റിയിട്ടില്ല. പണ്ടുകാലത്ത് മനുഷ്യശക്തിയിലാണ് ഓഫീസിൽ ഫാൻ പ്രവർത്തിച്ചിരുന്നത്. പങ്കയുടെ സമീപം കെട്ടിയുറപ്പിച്ച കപ്പിയിൽ കയറിട്ട് വലിച്ചാണ് പങ്ക കറക്കുക. ഇതിന് പ്രത്യേകം ജീവനക്കാരൻ ഉണ്ടായിരുന്നു. അധികാരിയുടെയും ഗുമസ്തന്റെയും മുറിയിൽ മാത്രമാണ് പങ്ക ഉണ്ടാവുക. ഓഫീസിന് മുൻവശത്തെ ജനലിന് ഇരുവശത്തായി പിടിപ്പിച്ച മുകളിലേക്ക് വളവുള്ള കരിങ്കൽ കാലിനും പ്രത്യേകതയുണ്ടെന്ന് പറയുന്നു. 1885 പനന്തറയിൽ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മിച്ചത്. കെട്ടിടത്തിന് ഉറപ്പ് ലഭിക്കാൻ ചുണ്ണാമ്പ്, വെന്ത കളിമണ്ണ് പൊടി എന്നിവ ചേർത്ത മിശ്രിതമായ സുർക്കി ഉപയോഗിച്ചാണ് ചുവരുകൾ കെട്ടിയത് എന്ന് കരുതുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ പലവട്ടമുണ്ടായിട്ടും കെട്ടിടത്തിന് കേടുപാട് പറ്റിയിട്ടില്ല. ആദ്യകാലത്ത് ഇവിടെ ബ്രിട്ടീഷ് വനിത ജോലി ചെയ്തിരുന്നതായും പറയുന്നു. അക്കാലത്തെ രജിസ്റ്ററുകൾക്ക് കേടുപറ്റിയതിനാൽ ഇവരുടെ പേരും കാലഘട്ടവും വ്യക്തമല്ല. 1 വർഷം മുൻപാണ് പുതിയ കെട്ടിടത്തിലേക്ക് സബ് രജിസ്ട്രാർ ഓഫീസ് മാറിയത്. ഇതിനുശേഷം പഴയ കെട്ടിടം അടച്ചിട്ടിരിക്കുകയാണ്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ ചോരുന്നുമുണ്ട്. ചുറ്റുഭാഗവും കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി സംരക്ഷിത സ്മാരകമാക്കി നിലനിർത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. വെറുതെ തള്ളിക്കളയാവുന്ന ആവശ്യമല്ല. സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യന്റെ ബുദ്ധിയിലും ശക്തിയിലും പടുത്തുയർത്തിയ കെട്ടിടങ്ങളാണ്. പ്രത്യേകതകളും ഉറപ്പും അതോടൊപ്പം ചരിത്രം കൂടി പറയുന്ന കെട്ടിടങ്ങൾ വെറുതെ നശിപ്പിച്ചു കളയുന്നതും ശരിയല്ല. ഇനി ഇതുപോലൊന്ന് കാണാൻ കിട്ടില്ല. അധികൃതരും ഇക്കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് കരുതാം. ഭക്ഷണ വിൽപ്പനശാലകൾ മാതൃക കൂടിയാകേണ്ട കാലത്ത് അസുഖം പരത്തുന്ന സ്ഥാപനങ്ങളാവുകയാണ്. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് പൊതു ഇടങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. വ്യാപാര സ്ഥാപനങ്ങളിലും മാലിന്യ സംസ്കരണവും ശുചിത്വവും ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ മാരക രോഗങ്ങൾക്ക് വരെ നമ്മൾ അടിമപ്പെടേണ്ടി വരും. ചിക്കൻ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഈ ചിക്കൻ ചീഞ്ഞ് ദുർഗന്ധം വമിച്ചാൽ അത് അത്ര സുഖമുള്ള കാര്യമല്ല. ഗുരുവായൂരിൽ ചത്ത കോഴികളെ സൂക്ഷിച്ച ഇറച്ചിക്കടയ്ക്ക് 25,000 രൂപ പിഴ ഈടാക്കാൻ നഗരസഭ നോട്ടീസ് നൽകി. തമ്പുരാൻപടിയിലെ ഹലാൽ മീറ്റ് സെന്ററിനാണ് നഗരസഭ നോട്ടീസ് നൽകിയത്. പ്രദേശത്ത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ സി ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 10-ലധികം ചത്ത കോഴികളെയാണ് പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് 7 ദിവസത്തിനകം പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയത്. ചത്ത കോഴികളടക്കമുള്ള മാലിന്യങ്ങൾ എരുമപ്പെട്ടിയിലെ റെൻഡറിംഗ് പ്ലാന്റിൽ എത്തിച്ച് സംസ്കരിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. എന്നാൽ ഇതിനു കൊണ്ടുവന്ന വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിനാൽ നാട്ടുകാർ തടഞ്ഞു. മാലിന്യങ്ങൾ രാത്രിയിൽ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നതിനാണ് നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കാതിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതേ തുടർന്ന് ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി വാഹന ഉടമയിൽ നിന്നും പിഴ ഈടാക്കി. ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ലൈസൻസ് പുതുക്കാത്തതിന് സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഹർഷിദ് പറഞ്ഞു. ലൈസൻസോ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തമ്പുരാൻപടി മീൻ മാർക്കറ്റിനടുത്തുള്ള കോഴിക്കട പുഴുവരിച്ച നിലയിൽ ചത്ത കോഴികളും വേസ്റ്റുകളും നിറഞ്ഞു കിടക്കുകയായിരുന്നു. അത് മണത്തിട്ട് നാട്ടുകാർക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. വഴിയാത്രക്കാർക്ക് നിർത്താൻ പറ്റില്ല. അത്രയും ദുർഗന്ധം വമിക്കുകയാണ്. അതുകൊണ്ട് ഇത് അടച്ചു പൂട്ടണം. തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അടിയന്തര നടപടി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് വിശ്വസിച്ചാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പൊതുജനം മാംസാഹാരം വാങ്ങി കഴിക്കുക? ആരോഗ്യകാര്യത്തിൽ ഉറപ്പില്ലാത്ത കാലത്ത് വരുത്തിവെക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും. ഉദ്യോഗസ്ഥർ ജാഗരൂകരാകേണ്ടതുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലെ ശുചിത്വവും മാലിന്യ സംസ്കരണവുമെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുകയും കൃത്യമായ നടപടികൾ എടുക്കുകയും വേണം. പ്രതീക്ഷയോടെ ഇറക്കിയ കൃഷി നശിച്ചാൽ എന്ത് ചെയ്യും? നഷ്ടം സഹിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ? കയ്യിൽ നിന്ന് പണം ഇറക്കി കൂലിക്ക് ആളെയും നിർത്തിയാണ് കൃഷി ഇറക്കിയത്. സാധാരണ കാലാവസ്ഥയും കാട്ടുമൃഗങ്ങളുമാണ് കർഷകർക്ക് തിരിച്ചടിയാകാറുള്ളത്.
ഇവിടെ ജല അതോറിറ്റിയുടെ പിഴവാണ് കൃഷി നശിക്കാൻ കാരണമായത്. എന്താണ് സംഭവം എന്ന് കാണാം. പുന്നയൂർക്കുളം ആറ്റുപുറം പെട്രോൾ പമ്പിന് സമീപമുള്ള പാടത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നടത്തിയ കർഷകന് തിരിച്ചടി. ജല അതോറിറ്റിയുടെ സമീപത്തെ വാൾവ് തുറന്നുവിട്ടതാണ് കൃഷി നശിക്കുവാനുണ്ടായ കാരണം. ആറ്റുപുറം ഏഴിക്കോട്ടയിൽ അഷ്കറിന്റെ കൃഷിയാണ് അഴുകി നശിച്ചത്. 2 ഏക്കറോളം കൃഷിയിടത്തിലെ തണ്ണിമത്തൻ, വെള്ളരി, വെണ്ട, പയർ, കയ്പ എന്നിവയാണ് നശിച്ചത്. ജല അതോറിറ്റി പൈപ്പ് ലൈൻ ക്ലീൻ ചെയ്യുന്നതിനായി പമ്പിന് സമീപം സ്ഥാപിച്ച വാൾവിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാറുണ്ട്. ക്ലോറിൻ കലർന്ന ഈ വെള്ളം കൃഷിയിടത്തിലേക്ക് അമിതമായി എത്തിയതാണ് കൃഷിനാശത്തിനിടയാക്കിയത്. ഏകദേശം 40,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. പരൂർ പടവിൽ നെൽകൃഷി ചെയ്തിരുന്ന അഷ്കർ ആദ്യമായാണ് പുന്നയൂർക്കുളം കൃഷിഭവന്റെ സഹകരണത്തോടുകൂടി സ്വന്തം പേരിലുള്ള പാടത്ത് പച്ചക്കറി കൃഷി ഇറക്കിയത്. തൊഴിലാളിയെ നിർത്തിയാണ് പണികൾ ചെയ്തു വന്നിരുന്നത്. മൾട്ടിംഗ് ഷീറ്റ് വിരിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളം എത്തിച്ച് നൂതനമായ ഓപ്പൺ പ്രിസിഷൻ ഫാം നിലവാരത്തിലായിരുന്നു കൃഷി ചെയ്യുന്നത്. പാടത്തേക്ക് ഒഴുകിയെത്തിയ ക്ലോറിൻ കലർന്ന വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളിലും നിറഞ്ഞതിനാൽ ഇനി ആ വെള്ളവും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അധികൃതരെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തുറന്നുവിട്ട വാൾവ് പൂട്ടുവാൻ ജല അതോറിറ്റി തയ്യാറായത്. ഇവിടെ ഇങ്ങനെ പച്ചക്കറി കൃഷി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഇതിലിപ്പോൾ ചെയ്ത കൃഷിയാണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യണത്. ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 മാസമായി ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ കായ വെള്ളരിയോ മത്തോ പയറൊക്കെ നന്നായിട്ട് പിടിച്ച് തുടങ്ങിയിരിക്കണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റിക്കാർ ഈ പൈപ്പ് ലൈനിൻ്റെ ഫ്ലോറിൻ കലർന്ന വെള്ളമെന്നാണ് നമ്മളെ സംശയം. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നശിച്ചു പോകാൻ കാരണം എന്നാണ് കൃഷി ഓഫീസർ വന്നിട്ടുണ്ടാഞ്ഞ് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായി എഡിറ്റ് ചെയ്തിട്ടാ. കൃഷിക്ക് അനിവാര്യമാണ് വെള്ളം. ഈ വേനൽക്കാലത്ത് വെള്ളം എത്ര കിട്ടിയാലും അധികമാവില്ലതാനും. ഇവിടെ ചതിച്ചത് ക്ലോറിൻ കലർന്ന വെള്ളമാണ്. ഈ വെള്ളം മറ്റ് ജലസ്രോതസ്സുകളിലും കലർന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി കൃഷി തുടർന്നു കൊണ്ടുപോകാനാകുമെന്ന പ്രതീക്ഷയും ഈ കർഷകനില്ല. നഷ്ടം സഹിക്കുക തന്നെ. എന്നിരുന്നാലും ക്ലോറിൻ കലർന്ന വെള്ളം തുറന്നുവിടുമ്പോൾ അത് എത്തിപ്പെടുന്ന സ്ഥലങ്ങളും പ്രശ്നങ്ങളും ജല അതോറിറ്റി ശ്രദ്ധിക്കാഞ്ഞത് തെറ്റ് തന്നെയാണ്. കയ്യേറ്റം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് അനധികൃത കയ്യേറ്റം. കൃത്യമായി അളന്ന് ചിട്ടപ്പെടുത്തുന്ന സ്ഥലത്തെക്കുറിച്ച് എന്തിനാണ് പിന്നെ കൺഫ്യൂഷൻ? അവരവർക്കുള്ളതെടുത്താൽ പോരെ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. വാക്കുതർക്കത്തിനൊടുവിൽ പോലീസ് എത്തി ചർച്ചയ്ക്ക് ശേഷമാണ് സ്ഥലത്തിന്റെ കാര്യത്തിൽ തീരുമാനമായത്. ആറ്റുപുറം പള്ളി സ്കൂൾ റോഡ് കയ്യേറി സ്വകാര്യ വ്യക്തി മതിൽ കെട്ടാൻ ശ്രമമെന്ന് ആക്ഷേപം. പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. തർക്കത്തെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂളിന് പുറകുവശത്താണ് പൊതുസ്ഥലത്തേക്ക് സ്വകാര്യ വ്യക്തി മതിൽ ഇറക്കിക്കെട്ടുവാനുള്ള മതിൽത്തറ നിർമ്മിച്ചത്. അനേകം വർഷങ്ങളായി യാതൊരു നിയന്ത്രണവുമില്ലാതെ ചെറിയ വാഹനം മുതൽ വലിയ ടാങ്കർ ലോറി വരെ പോയിരുന്ന പൊതുവഴി കൂടിയാണിത്. തറ കെട്ടിയപ്പോൾ തന്നെ ചെറിയ വാഹനങ്ങൾക്ക് പോലും തിരിഞ്ഞു പോകാൻ പ്രയാസമായി മാറിയിരുന്നു. തറ കെട്ടിയതിനെ ചൊല്ലി 2 ദിവസങ്ങൾക്ക് മുമ്പ് തർക്കവും പിന്നീട് കയ്യാങ്കളിയും ഉണ്ടായി. ഇത് സംബന്ധിച്ച് വടക്കേക്കാട് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കരയുടെയും വാർഡ് മെമ്പർ ഷനി ലപ്പുവിന്റെയും നേതൃത്വത്തിൽ സ്ഥലം കയ്യേറിയതായി ആരോപണമുയർന്ന കുടുംബവുമായും നാട്ടുകാരുമായും ചർച്ച നടത്തുന്നതിനു വേണ്ടി വീണ്ടും സ്ഥലത്തെത്തിയപ്പോഴാണ് ചേരിതിരിഞ്ഞ് വീണ്ടും തർക്കമുണ്ടായത്. തുടർന്ന് വടക്കേക്കാട് SHO അനിൽകുമാർ, അഡീഷണൽ SI എന്നിവർ സ്ഥലത്തെത്തി ഇരു കൂട്ടരുമായും ചർച്ച നടത്തി താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. വലിയ വാഹനം കടന്നുപോകുന്ന രീതിയിൽ നിർമ്മിച്ച മതിൽത്തറ പൊളിച്ചു നീക്കുവാനും മറുഭാഗത്ത് ഇതേ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വഴിക്കായി വിട്ടുകൊടുക്കുവാനുള്ള നിർദ്ദേശം ഇരുകൂട്ടരും സമ്മതിച്ചതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. വർഷങ്ങളായി നാട്ടുകാർ ഉപയോഗിക്കുന്ന സ്ഥലം ഒരു സുപ്രഭാതത്തിൽ അത് കെട്ടിയടയ്ക്കുക എന്നതിൽ ശരികേടുണ്ട്. ഒരു മാനുഷിക പരിഗണന കൂടി വേണ്ടേ? സാധാരണക്കാർ വഴിക്ക് വേണ്ടി പിന്നെ എന്തു ചെയ്യും? എന്തായാലും ഒടുവിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നപരിഹാരമായതോടെ നാട്ടുകാരും ഹാപ്പി. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.